ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ മുകുന്ദൻ ചിരിഞ്ഞു. 55 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, ദീർഘനാളായി ചികിത്സയിലായിരുന്നു മുകുന്ദൻ. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? കെ പി ഇന്ന് രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുതറയിൽ ഈ മുകുന്ദൻ ചരിഞ്ഞത്. ദീർഘനാളായി തന്നെ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജയാണ് 1986 ഈ മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയേറ്റിയത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് തന്നെ സ്ഥിരമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഈ കൊമ്പൻ തളർന്നു വീണത്. പിന്നീട് മുകുന്ദനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തിയത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. മുകുന്ദന്റെ വിയോഗത്തോടെ കൂടി തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം ഇപ്പോൾ 38 ആയി ചുരുങ്ങിയിട്ടുണ്ട്. എന്തായാലും ആനക്കോട്ടയിലെ ആനയായിരുന്നു. ദീർഘനാളായി 55 വയസ്സായിരുന്നു. ദീർഘനാളായി തന്നെ ഇത്തരത്തിൽ ചികിത്സയിൽ കഴിയവെയാണ് ഈ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.